അതിതീവ്ര മഴയുടെ മുന്നറിയിപ്പാണ് സംസ്ഥാനത്തെ പല ജില്ലകളിലുമുള്ളത്. പത്തനംതിട്ടയിലും ഇടുക്കിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് രാത്രി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ മഴ പെയ്തു. കാസർഗോഡ് ജില്ലയിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമാണ്. ദേശീയപാതയിൽ ചെറുവത്തൂർ വീരമലക്കുന്ന് ഇടിഞ്ഞു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ദേശീയപാതയിൽ ചെളി നിറഞ്ഞിട്ടുണ്ട് കാസർഗോഡ്. അങ്ങനെ ഇടിമിന്നലിൽ 3 പേർക്ക് പരിക്കേറ്റ സാഹചര്യം കൂടി ഗുരുതരമായി പോകുന്നുണ്ട്. അത് വലിയ തോതിലുള്ള ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ BV വിനോദ് തിരുവനന്തപുരത്തുണ്ട്, KV ബൈജു കാസർഗോഡുണ്ട്. വിനോദ്, തലസ്ഥാനത്തെ അവസ്ഥ ഈ മഴക്കാലം തുടങ്ങിയ സമയം മുതൽ അതിമോശമാണ്. കാരണം പല മേഖലകളിലും വെള്ളക്കെട്ടുണ്ടാകുന്നു. തമ്പാനൂരൊക്കെ ഓപ്പറേഷൻ അനന്തയൊക്കെ ഏത് തരത്തിലായി എന്ന് നമ്മൾ കുറച്ച് ദിവസമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്നും ശക്തമായ മഴയാണോ? ഇന്നലെ രാത്രിയിലും അടക്കം വലിയ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നും അതിന്റെ സാഹചര്യം സമാനമാണോ? രഞ്ജിത്ത്, ജില്ലയിൽ പരക്കെ മഴയുണ്ട്. ജില്ലയിൽ മാത്രമല്ല, സംസ്ഥാന വ്യാപകമായി തന്നെ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. ഇതിൽ തന്നെ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ റെഡ് അലർട്ടാണ്. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെ ഉള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും, കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ യെല്ലോ അലർട്ടുമാണ്. അതായത് സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും ഇന്ന് മഴയുണ്ടാകും എന്ന് തന്നെയാണ് അറിയിപ്പുള്ളത്. തിരുവനന്തപുരത്ത് ഇപ്പോഴും നേരിയ മഴയുണ്ട്. പുലർച്ചെ ശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ മഴക്കാലം, വേനൽ മഴ എന്ന നിലയ്ക്ക് ഈ മഴക്കാലം തുടങ്ങിയ ശേഷം തിരുവനന്തപുരം നഗരത്തിൽ വലിയ തോതിലാണ് വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത്. പ്രധാനമായും ഈ റോഡുകളുടെ പണി ഇഴഞ്ഞു നീങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരിതങ്ങൾ. 6 മാസത്തിൽ കൂടുതലായി റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ ഇത്തരമൊരു കാര്യത്തിലേക്ക് നയിച്ചു എന്നതാണ് പ്രധാനമായും പരാതിയായി ഉയർന്നത്. തിരുവനന്തപുരത്ത് തന്നെ മേയർ പറഞ്ഞ ഉറപ്പുകൾ 2 തവണയായി ഇതിനു മുൻപ് റോഡ് പണി പൂർത്തിയാക്കുമെന്ന മേയറുടെ ഉറപ്പ് അതുതന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ ഒരു ദുരിതം തന്നെയാണ്. ദിവസങ്ങൾ മാത്രമാണ് സ്കൂൾ തുറക്കാൻ അവശേഷിക്കുന്നത്. സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ വലയുമെന്ന കാര്യത്തിൽ, ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ വലയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, മഴക്കാലം ഈ മാസം അവസാനത്തോടുകൂടി സീസൺ തുടങ്ങും എന്ന അറിയിപ്പുമുണ്ട്. അങ്ങനെയെങ്കിൽ ശക്തമായ മഴ ഈ മഴക്കാലം അതേപടി, രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ഇത് അതേപടി തന്നെ തുടർന്നു പോകാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ ജനജീവിതം കൂടുതൽ ദുസ്സഹമാകും. മാത്രവുമല്ല, ബംഗാൾ ഉൾക്കടലിൽ ന്യൂനപക്ഷം രൂപപ്പെടുകയാണ്. അതും കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകും. ആൻഡമാനിൽ നിന്നുള്ള മഴമേഘങ്ങളുടെ സഞ്ചാരം, അതും തെക്കൻ ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിലേക്ക്, ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളുടെ ഭാഗം ലക്ഷ്യമാക്കിയുള്ള സഞ്ചാരം, അത് ഈ സീസണ് തുടക്കമാകുന്ന തരത്തിലുള്ള മഴക്കാലത്തിന് തുടക്കമിടും എന്ന നിലയ്ക്കുള്ള പ്രവചനങ്ങൾ, കാലാവസ്ഥാ പ്രവചനങ്ങൾ, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ ഇങ്ങനെ തുടർന്നാൽ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് എത്രമാത്രം ഉണ്ടാകുക എന്ന കാര്യത്തിൽ വലിയ ആശങ്ക ഉയർന്നു വരുന്നത്. മാത്രവുമല്ല, മലയോര മേഖലകളിലേക്കുള്ള പാതകൾ, പ്രത്യേകിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക്, പൊന്മുടി അടക്കം തിരുവനന്തപുരത്ത് അവിടങ്ങളിലേക്കുള്ള വഴികൾ ഇതിനകം തന്നെ പൂർണ്ണമായും അടച്ചിട്ടുണ്ട്. സഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന, കടലിൽ പോകരുത് എന്ന ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. വലിയ തിരമാലയ്ക്കും സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കടലിൽ പോകുന്നതിനും മുന്നറിയിപ്പ്, പോകരുതെന്ന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. രഞ്ജിത്ത്, തുടരുക വിനോദ്. തലസ്ഥാനവാസികൾ ദുരിതത്തിലാണ്. സ്കൂളൊക്കെ തുറക്കുമ്പോഴത്തേക്ക് ഇവിടെ സ്മാർട്ട് സിറ്റി റോഡുകളിലൊക്കെ വെള്ളം കയറി, വലിയ കുഴികൾ രൂപപ്പെട്ട റോഡുകളാണ്. അവിടെയൊക്കെ വെള്ളം കയറി ഏതാണ് റോഡ് ഏതാണ്, തോടേതാണ്, കുഴി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത പശ്ചാത്തലം തിരുവനന്തപുരത്തുണ്ട്. ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ചെന്നാൽ അതീവ ഗുരുതരമാണ് സ്ഥിതിഗതികൾ. അങ്ങനെ ദുരിതമയമാണ് തലസ്ഥാനത്തെ ജീവിതം എന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക്